നമസ്കാരം. കേരളത്തിൽ രണ്ട് തരം പുതിയ ജിഹാദുകൾ റിലീസായിരിക്കുകയാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് കെട്ടിട ജിഹാദാണ്, അത് ഫ്ലാറ്റ് ജിഹാദ്. രണ്ടാമത് ഇപ്പൊ റിലീസായതാണ്, കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. അത് ജനൻ ടി വി ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ജിഹാദിന്റെ പേരാണ് ഫുട്ബോൾ ജിഹാദ്. ഇപ്പോ മെസ്സി അല്ല, മെസ്സി ഇക്കാക്ക, റൊണാൾഡോ അല്ല, റൊണാൾഡോ ഇക്കാക്ക, അങ്ങനെയൊക്കെയാണ് പുതിയ ജിഹാദുകളുടെ വേ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് രണ്ട് ജിഹാദുകളും ഒന്ന് കണ്ടു നോക്കാം. രണ്ട് ജിഹാദുകളുടെയും ഉപജ്ഞാതാക്കളെയും നമുക്കൊന്ന് ആദരിക്കാം. ജസ്റ്റ് നമ്പർ 1, ജനൻ ടി വി ഓൺ സ്റ്റേജ്, ഫുട്ബോൾ ജിഹാദ്. ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാരാണ്, അംബാസഡർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൃത്യമായി തന്നെ ഇവരുടെ പണി നടത്തുന്നുണ്ട്. ഇത് ഈ ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്, ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായുള്ള രാജ്യങ്ങളൊക്കെ, അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് 15 വർഷത്തിനിപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ. ഇതിന് ഏറ്റവും വലിയ ചാലക ശക്തിയായി മാറിയത് ആ രാജ്യങ്ങളിലേക്കുള്ള ഈ ഫുട്ബോളിന്റെ വലിയ വളർച്ചയും അവിടേക്കുള്ള ഈ ഞങ്ങളുടെ ഇപ്പോൾ മെസ്സി മാറി, അവര് മാറി, ഇവര് മാറി, ഇത്തരം ആളുകൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ, അതായത് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ പോലും ഈ പറയുന്ന ഖുറാനും ഇസ്ലാമിക ബിംബങ്ങളും ചൂണ്ടുന്നു. അവിടെ ഗോളടിച്ചാൽ തന്നെ അടുത്ത ഇസ്ലാമിക ബിംബം കാണുന്നു. ക്രിക്കറ്റിലും ഇടക്കാലത്തുണ്ടായിരുന്നു ഇത്തരം നടപടികൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരൊരു അംബാസഡർമാരാണ്, മതത്തിന്റെ അംബാസഡർമാരാണ്. അത് യൂറോപ്പ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം അതിന്റെ കെടുതി അനുഭവിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കാര്യം ഈ ഫുട്ബോളിന്റെ അതിപ്രസരം അതിലൂടെ കടത്തിവിട്ട മതത്തിന്റെ ഒരു വലിയ വിഘാതമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒന്നുമല്ലേലും ഒരു സാറ്റലൈറ്റ് ചാനൽ അല്ലേ, അതിന്റെ ഒരു മാന്യത കാണിക്ക്. ഇങ്ങനെ കുറെ ചർച്ചാ പൊട്ടന്മാരെ കൊണ്ടിരുത്തി വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞ് സ്വയം അപമാനിതരാവല്ലേ. ഇന്ത്യയിലെ സാറ്റലൈറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. നിലപാടുകൾ ഉണ്ടാവാം, പൈസ വാങ്ങിക്കുന്നുണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ചിന്താഗതിയുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി സ്വയം അപമാനിതരായി പൊട്ടന്മാരാവുകയല്ലേ. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളാലും ഭൂലോക ചളിയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ജനങ്ങൾ നിങ്ങൾ അങ്ങനെ കാണുന്നു എന്നുള്ളത് എങ്കിലും, എന്റെ പൊന്ന് നമ്പ്യാർ സാറേ, താങ്കളെയാണ് ഈ ജനൻ ടി വിയുടെ ഒരു മുഖമായിട്ട് കാണുന്നത്. താങ്കളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ ചർച്ചാ പൊട്ടന്മാരോട്. ഇങ്ങനെ ഈ രീതിയിൽ, അതായത് ഫുട്ബോൾ ജിഹാദ് പോലും, എന്റെ പൊന്നു ചേട്ടന്മാരെ, ലോകത്ത് അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കും. പല മാറ്റങ്ങളും സംഭവിച്ചാണ് നമ്മുടെ ലോകം ഇത്രമേൽ അഡ്വാൻസ്ഡ് ആയി ഇങ്ങനെ പോകുന്നത്. അതായത് പാവങ്ങളായി കിടന്നവർ, കഴിവില്ലാത്തവർ ഒക്കെ പണ്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ പല ഘട്ടങ്ങളിലൂടെ, പ്രയത്നങ്ങളിലൂടെ, സാമ്പത്തിക വളർച്ചയിലൂടെ, കായിക വളർച്ചയിലൂടെ ഒക്കെ വളർന്നവരാണ്. അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, അതായത് ഇപ്പോ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഫുട്ബോൾ ടീമിന് സ്ട്രോങ് അല്ലാത്തത് ഇവിടുത്തെ അസോസിയേഷന്റെ പ്രശ്നമാണ്. അതായത് അവരെ ഗവനിക്കാൻ ആളില്ല. ഇപ്പോഴത്തെ ഭാരതത്തിലെ സ്പോർട്സ് കൗൺസിൽ വേസ്റ്റ് ആണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ്, കഴിവില്ലാത്തത് കൊണ്ടല്ല. മലപ്പുറത്തും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും ട്രിവാൻഡ്രത്തും ഒക്കെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ വാർത്തെടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റാത്തത്. 12 വർഷമായിട്ട് ഇവിടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തുകൊണ്ട് വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റുന്നില്ല? അതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തിന്റെ നേതൃത്വമില്ലായ്മയും ഉത്തരവാദിത്വമില്ലായ്മയും
ഒക്കെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കുറെ ഫണ്ട് മുടക്കി കുട്ടികളെ വാർത്തെടുത്ത് അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുത്ത് എന്തുകൊണ്ട് അവരെ കളിപ്പിക്കാൻ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പറയുന്നുണ്ട്. അതായത് അതിൽ കളിക്കുന്ന ടീമംഗങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ദുരിതത്തിലാണെന്നുള്ളത്. ഇത്ര ഫുട്ബോൾ പ്ലേയേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ കഴിവുണ്ട്, അതിനുള്ള പ്രാപ്തിയും ഇവിടുത്തെ കുട്ടികൾക്കുണ്ട്. പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്യാനോ അവരെ സഹായിക്കാനോ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഭാരതത്തിന് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അത് നമ്മളുടെ പോരായ്മയാണ്. അതൊരു കാര്യം. മുസ്ലിം രാഷ്ട്രങ്ങൾ അത് അവരുടെ സ്കില്ല് കൊണ്ട് അവരുടെ സാമ്പത്തികമായ വളർച്ച കൊണ്ട് വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ലേ, ആ കഴിവിനല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. കഴിവുള്ളവനോട് അസൂയ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതോ ഈ അസൂയ എന്നുള്ളത് മുസ്ലിങ്ങൾ ആയതുകൊണ്ടുള്ള അസൂയയല്ല ജനൻ ടി വി നിങ്ങൾക്ക്? ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒളിച്ചു കടത്താവുന്ന ഒന്നല്ല. ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക് കയറുക എന്ന് പറഞ്ഞാല് ഒളിച്ച് പൈസ എണ്ണി കൊടുത്ത് ഇടയ്ക്കൂടെ കയറുന്നതല്ല, കളിച്ച് നേടേണ്ടതാണ്. അപ്പൊ ഇപ്പോഴുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, നിങ്ങൾ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വലുതാകുന്നു എന്നുള്ളത്. നമ്മൾ കാണുന്ന എന്താണ്? ലോക ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോളിൽ എല്ലാ രാജ്യങ്ങളും കളിക്കുന്നു, അതായത് അർഹതപ്പെട്ട എല്ലാ രാജ്യങ്ങളും കളിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞപ്പോഴാ 8 രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ കളിക്കുന്നുണ്ടല്ലേ എന്ന് ഇപ്പൊ നമുക്ക് തോന്നിയപ്പോഴാണ്. അതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. അവര് കളിച്ചോണ്ട് അവരെ കഴിവ് കൊണ്ടല്ലേ കയറി വരുന്നത്. അവരുടെ കഴിവ് കൊണ്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക് എത്തിയത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കൂ. മനസ്സിലായ? അതായത് കളിച്ച് കഴിവ് നേടി വന്ന ആളുകളാണ് അവരൊക്കെ. ഈ വേൾഡ് കപ്പ് കളിക്കുന്ന എല്ലാ ടീമുകളും. അതിന് ഇസ്ലാമിക രാജ്യങ്ങളെ മാത്രം മാറ്റി നിർത്തി അവര് വലുതാവുന്നു എന്ന് പറയാതെ ഈ വേൾഡ് കപ്പിലേക്ക് കളിക്കുന്ന എല്ലാ ടീമുകളും കളിച്ച് കഴിവ് കൊണ്ട് നേടി വന്നതാണെന്ന് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കും. അല്ലാതെ ഇത്തരത്തിലുള്ള വട്ടച്ചൊറി പരിപാടി കാണിക്കാതെ. മനസ്സിലായ? ഇനി ചെസ് നമ്പർ 2, കെട്ടിട ജിഹാദ്. TG മോഹൻദാസ് ഓൺ സ്റ്റേജ്. ഹലാൽ ഫ്ലാറ്റ് ഉണ്ടാവും. ഹലാൽ ഫ്ലാറ്റ് കേരളത്തിൽ കോഴിക്കോടും മലപ്പുറവും സ്ഥലപ്പേര് ഞാനിപ്പോ. അതിന്റെ പ്രത്യേകത ആ ഫ്ലാറ്റുകൾ മക്കയെ നോക്കിയിട്ടാണ്. മക്കം നോക്കി എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, അറിയാമോ? നേരെ ഇരിക്കുക, അതൊരല്പം ചെരിച്ചു വെച്ചാൽ അതായത് മക്കം നോക്കി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഈ കോമ്പൗണ്ടിനകത്തെ എല്ലാ ഫ്ലാറ്റുകളും നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് ഒരു മുറിയിൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഹലാൽ ഫ്ലാറ്റ്. എന്റെ പൊന്നു TG എണ്ണ, പ്രായമൊക്കെ കുറെ ആയില്ലേ? ശരിയാ, പ്രായം തോറും ബുദ്ധിക്ക് കുറയും എന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികളെ പോലെ ആവുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ്, താങ്കളുടെ കാര്യത്തിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. കെട്ടിട ജിഹാദ് പോലും പുതിയ ജിഹാദ് കണ്ടുപിടിച്ചു, കെട്ടിട ജിഹാദ്. വേറൊന്നുമല്ല, നമ്മൾ ഈ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പ്രയർ റൂമുകൾ ഉണ്ടാക്കുമല്ലോ, എല്ലാ മതക്കാരും ഉണ്ടാക്കും. മുസ്ലിങ്ങൾക്കാണെങ്കിലും ഒരു റൂം, ചെറിയ റൂം, അത് കിബില, നമ്മൾ നിസ്കരിക്കുന്നത്, അതായത് നമ്മൾ നിസ്കരിക്കാൻ അഭിമുഖീകരിക്കുന്നത് കഅബാലയമാണ്. അതായത് വേൾഡിന്റെ സെന്റർ പോയിന്റ് ആയ സൗദിയിലെ ആ കഅബാലയത്തിലേക്കാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും നിസ്കരിക്കുന്നത്. ആ നിസ്കരിക്കുന്ന പൊസിഷൻ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറോട്ടാണ് നിൽക്കുന്ന പൊസിഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ നമ്മൾ വീട് കെട്ടുമ്പോൾ പ്രയർ റൂമും ആ റൂമിന് ഒരു പ്രത്യേക രീതിയിൽ ആംഗിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യും, ആ ഒരു പൊസിഷൻ കിട്ടാനായിട്ട്. മനസ്സിലായില്ലേ? അത് ഹിന്ദുക്കളാണെങ്കിൽ പൂജാ റൂം എന്ന് പറയും. ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്കും ഈ കുരിശും അതുപോലെ ബൈബിളൊക്കെ വെക്കാനായിട്ട് ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ മതക്കാരും വീടുകൾ കെട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ഒരു ജിഹാദ്, ഇങ്ങനെ നിസ്കരിക്കുന്നത് പോലും അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടാക്കുന്നത് പോലും ജിഹാദാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ എന്താണ് പറയാനുള്ളത്? ഈ TG മോഹൻദാസ് ഒക്കെ കുറെ പ്രായമൊക്കെ ആയ ആളുകളാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ വളരും തോറും പ്രായം ആകും തോറും ബുദ്ധി കുറഞ്ഞു വരുന്നു. ചുമ്മാ പറഞ്ഞു മനസ്സിലായി തന്നതാ കേട്ടോ, വേറെ വിചാരിക്കരുത്. സംഭവം ഇത്രേ ഉള്ളൂ. ഈ കെട്ടിട ജിഹാദ് നിങ്ങൾ വിളിക്കുന്ന സംഭവം നിസ്കരിക്കാനുള്ള റൂം ഉണ്ടാക്കുക മാത്രമാണ് പറയാനുള്ളത് അക്കാര്യത്തിൽ. ഇനി ചെസ് നമ്പർ 3, വീണ്ടും പഴയ ഒരു ജിഹാദ് വന്നിരിക്കുന്നു, തുപ്പൽ ജിഹാദ്. അതുകൂടെ കണ്ടുപിടിച്ചു വരാം. ജനൻ ടിവിയിൽ നമ്മൾ ഹലാൽ ചർച്ചയിൽ ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ്. എന്തിനു എന്റെ പൊന്നണ്ണ, ബുദ്ധി കുറച്ചെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും. ഈ നമ്മൾ ജപിക്കുമല്ലോ, ഈ ഓരോ എല്ലാ മതത്തിലും ഉണ്ടല്ലോ ജപം എന്ന് പറയുന്ന ഒരു മന്ത്രം.
മന്ത്രം ചൊല്ലുന്ന ഒരു സംഭവം ചൊല്ലിയിട്ട് ജസ്റ്റ് ഊതുകയാണ്. അപ്പൊ ഒരു വെള്ളത്തിലാണെങ്കിൽ ജസ്റ്റ് ഊതി കൊടുക്കുന്നു. അതാണ് അതിനെയാണ് ഇവർ കൺവേർട്ട് ചെയ്ത് തുപ്പ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തുപ്പ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് തുപ്പൽ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരേ. ആ ചേച്ചി തുപ്പുന്നുണ്ടോ? വായില് വെള്ളം കയറ്റിയിട്ട് തുപ്പി കൊടുക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇതാണ് തുപ്പൽ എന്ന് പറയുന്നത്. മറ്റേത് ഊതുക, മന്ത്രിച്ച് ഊതുക എന്ന് പറയും. അതൊരു ബർക്കത്ത്, ഒരു ഐശ്വര്യത്തിന്, അല്ലെങ്കിൽ അതിനൊരു ഫീല് കിട്ടാൻ വേണ്ടി സംഭവം ചെയ്യുന്നതാണത്. അല്ലാതെ തുപ്പലും ഊതലും രണ്ടും രണ്ടാണ്. അപ്പൊ ആ ജിഹാദും മനസ്സിലായല്ലോ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ കേരളത്തിൽ റിലീസായ 3 തരം ജിഹാദുകൾ ഇത് തന്നെയാണ്. എന്തായാലും അപ്പോ കേരളത്തിൽ ഇപ്പോ ഉള്ള 3 ജിഹാദുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ 3ന്റെയും അതിന്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി. അപ്പോ ഇതാണ് 3 ജിഹാദുകൾ ഇപ്പൊ റിലീസായതാണ്. ഇത് മാക്സ്. അപ്പൊ ഇതാണ് കേരളത്തിൽ ഇപ്പോ റിലീസായിരിക്കുന്ന 3 തരം ജിഹാദുകൾ. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ജിഹാദ് ഇറക്കിയ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഇതിന്റെ മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തേ കേട്ടോ.